സ്വാഗതം. ഞാനിന്നിവിടെ മലബാറി സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നല്ല ഇനം ബിരിയാണി റൈസ് 1 കിലോ, 4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചു. 6 പേർക്ക് കഴിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ 1/2 കിലോ, 3 സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്, 4 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുറച്ച് പെരിഞ്ജീരകം, ബേ ലീഫ്, ജാതിക്ക, ഗ്രാമ്പു, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിയില, ഒരു ചെറിയ ചെറുനാരങ്ങ, ആവശ്യമുള്ള വെളിച്ചെണ്ണ, നെയ്യ്, മിൽമയുടെ നെയ്യ്. ആദ്യം സവാള വറുത്തു കോരാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. നീളത്തിൽ കനം വെച്ച് അരിഞ്ഞ സവാള ഉണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം. ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഈ വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇത് മിൽമയുടെ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. 2-3 ടീസ്പൂൺ. പൊടിക്കാത്ത ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ട് 9 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി അതൊന്ന് ചൂടാവട്ടെ, ഒന്ന് തിളച്ച് വരണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 പീസ് നാരങ്ങ നീര് ചേർത്ത് വെക്കാം. റൈസിനുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ചെമ്മീന് നമുക്ക് പാകം ചെയ്ത് എടുക്കാം. ചെമ്മീൻ മസാല ആക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ മുറിച്ച് വെച്ച തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ബിരിയാണി റൈസ് ചേർക്കാം. കുക്കറിൻ്റെ വിസിൽ വെക്കാതെ ഒരു 15 മിനിറ്റ് മൂടി വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാവും. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പശുവിനെ ചേർക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒരു 90% വേവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തക്കാളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് ഇളക്കാം.
അത് 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ. ഇതിലേക്ക് മല്ലിയിലയും പച്ചമുളകും ചേർത്തിളക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടപ്പ് വെച്ച് നന്നായി മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് കോരിയ സവാള ചേർക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. അത് എല്ലായിടത്തേക്കും പരത്തിയിടാം റൈസ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി സവാള ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് മൂടി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ സെറ്റാവാൻ വെക്കാം. ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.